കാസർകോട്ടെ മഴയുടെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അനൂപ് നീലേശ്വരമുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ തന്നെ കാസർഗോഡും നല്ല മഴയാണോ? അലർട്ടുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? എന്താണ് ഇപ്പം നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് അനൂപ്? ഗുഡ് മോർണിംഗ്. ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് ജില്ലയിലുള്ളതെങ്കിലും അതിന് കണക്കായൊരു മഴ ഈ സമയത്ത് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി ഇടവിട്ടുള്ള മഴ ജില്ലയിൽ ഉണ്ടായി. അത് തുടർച്ചയായി ഉണ്ടായി. ഇപ്പോൾ രാവിലെ വരെ ഉണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു പുലർച്ചെ ഒരു 5:30 മണി മുതൽ ഇങ്ങോട്ട് മഴ അല്പം ശമിച്ച നിലയിലാണ് കാണുന്നത്. പക്ഷേ അന്തരീക്ഷം മേഘാവൃതമായ നിലയിലാണ്. ജില്ലയിൽ എല്ലായിടത്തും ഈ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഴ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ശക്തമായ മഴ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിനാന്തരീക്ഷമാണ് ഇപ്പോൾ കാണുന്നത്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ജില്ലാ കലക്ടർ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് അപകടകരമായ രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഇടവിട്ടുള്ള മഴ വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ കനത്തെന്ന് വരും. കാരണം അന്തരീക്ഷം എല്ലായിടങ്ങളിലും മേഘാവൃതമായ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അശ്വതി. ശരി അനൂപ്, കാസർകോട്ടെ മഴയുടെ വിവരങ്ങളാണ് പ്രേക്ഷകർക്കായി അനൂപ് പങ്കുവച്ചത്. ഇനി നമ്മൾ പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫ് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് മഴയുടെ വിവരങ്ങൾ കോട്ടയത്ത് നിന്നും പങ്കുവയ്ക്കാനുള്ളത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട്, അലർട്ട് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയൊക്കെയാണ്, ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായും അശ്വതി, കോട്ടയം ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടറുടെ അറിയിപ്പ് വന്നത്. ഏതായാലും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കാര്യമായ മഴ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഉണ്ടായിട്ടില്ല. അതേസമയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ, അതായത് മലയോര മേഖലകളിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്, ഇടവിട്ട ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരിടത്തും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്കറിയാവുന്ന പോലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും മഴയുണ്ടാകുമ്പോൾ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകാറുണ്ട്. എന്നാൽ 24 മണിക്കൂറിനപ്പുറം മഴ തുടർന്നു കഴിഞ്ഞാലാണ് സാധാരണ ഇവിടെ അനിഷ്ട സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. മണ്ണിടിച്ച് പുല്ല് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് തീർച്ചയായും ഒരു 24 മണിക്കൂറിനപ്പുറം മഴ തുടർന്നാലാണ്. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ മലയോര മേഖലയിൽ ഇപ്പോൾ രാവിലെ കാര്യമായ മഴയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിശക്തമായ ഒരു മഴ ഇന്നലെ രാത്രിയിലും കിഴക്കൻ മേഖലയിൽ ഉണ്ടായിട്ടില്ല. പടിഞ്ഞാറൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ മേഖലയിൽ 2 ദിവസം മഴ പെയ്താൽ മാത്രമാണ് പടിഞ്ഞാറൻ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഏതായാലും പടിഞ്ഞാറൻ മേഖല ഇപ്പോൾ ആശ്വാസകരമാണ്. ഒരിടത്തും ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതേസമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്നലെ രാത്രിയിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകളെ അവധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു മൂടിയ കാലാവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ വരും മണിക്കൂറുകളിൽ കാലാവസ്ഥയിൽ മാറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും നാളെയും കോട്ടയം ജില്ലയിൽ ഓറഞ്ച് അലർട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ എത്തരത്തിലാവും കാലാവസ്ഥയിൽ ഒരു മാറ്റമുണ്ടാവുക എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധിയായതിനാൽ കുട്ടികളൊക്കെ സന്തോഷത്തിലാണ്. മഴയില്ലാത്തതും അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ സാഹചര്യം തന്നെയാണ്. എന്നാൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ അവധിയായി വീട്ടിലിരിക്കുമ്പോൾ രക്ഷിതാക്കൾ ജോലിക്ക് പോകുന്നവർ, പ്രത്യേകിച്ച് നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. ഏതായാലും ഇനി വരും മണിക്കൂറുകളിൽ കാലാവസ്ഥയിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് കാണേണ്ടിയിരിക്കുന്നു അശ്വതി. ശരി പ്രശാന്ത്, കോട്ടയത്തു നിന്നും പ്രശാന്തും അത് തന്നെയാണ് പങ്കുവെക്കുന്നത്. വലിയ മഴയില്ലെങ്കിൽ പോലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. വരും മണിക്കൂറിൽ എങ്ങനെയായിരിക്കും മഴയുടെ ഒരു സാന്ദ്രത എന്നത് അറിയേണ്ടതുണ്ട്. വിവരങ്ങളാണ് കോട്ടയത്തു നിന്നും പ്രശാന്ത് നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ് പോകുന്നത്. ശ്രീജിത്ത് നായരുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ തന്നെ കോട്ടയത്തെ പോലെ തന്നെയാണോ അവിടെയും? അടുത്തടുത്ത ജില്ലയാണ്. എങ്ങനെയാണ്, മഴയുണ്ടോ? അവിടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ് ശ്രീജിത്ത്?
അശ്വതി, ഗുഡ് മോർണിംഗ്. എറണാകുളത്ത് ഇപ്പോൾ മഴയില്ല, പക്ഷേ അതിനർത്ഥം മഴയുടെ കാലാവസ്ഥ പൂർണ്ണമായി നീങ്ങുന്നല്ല. ഒരു അല്പസമയം മുമ്പ് വരെ കനത്ത മഴയില്ലെങ്കിലും മഴ പെയ്യുന്നൊരു അന്തരീക്ഷം നഗരപ്രദേശത്തുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിലും നല്ല മഴ ഇടവിട്ട് ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രശാന്ത് അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ കോട്ടയത്തിന് സമാനമായ ഒരു കാലാവസ്ഥയാണ് പൊതുവെ ഇപ്പോൾ കൊച്ചിയിലും ഉള്ളത്. നിലവിൽ കൊച്ചി, കോഴിക്കോട്, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ഈ 4 ജില്ലകളാണ് പ്രധാനമായി മധ്യ കേരളത്തിൽ ഒരു ഓറഞ്ച് അലർട്ട് ഇതിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ജില്ലകൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളത്ത് അവധിയുണ്ട്, ആലപ്പുഴ അവധിയുണ്ട്, നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ കോട്ടയത്തും അവധിയുണ്ട്. ഈ 3 ജില്ലകളിലാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അംഗനവാടിയും ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ ശനിയും ഞായറുമാണ് ഇനി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ വീക്കെൻഡ് ടൂറിസം, അതായത് തൊട്ടടുത്ത ജില്ലകളിലേക്ക്, മലയോര പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അത് അക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് അങ്ങനെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കരുതെന്നുള്ള കാര്യം പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റവന്യൂ അധികൃതർ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തീരപ്രദേശത്തുള്ളവർ, കാരണം ഈ ഗുജറാത്തിൻ്റെ തീരം മുതൽ ഇവിടെ വടക്കൻ കേരളം വരെയുള്ള ഒരു ന്യൂനമർദ്ദ പാത്തിയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മഴയുടെ ഒരു കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ശക്തമായ കാറ്റിനുള്ള സാധ്യതയും അതിനുള്ള അലർട്ട് നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുള്ള മഴയ്ക്കുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ലക്ഷദ്വീപ്, കേരളം, കർണാടക തീരദേശ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് ജാഗ്രത നിർദ്ദേശം അല്ലെങ്കിൽ അതിന് അലർട്ടും നൽകിയിട്ടുണ്ട്. കാരണം ഇന്ന് മുതൽ നമുക്കറിയാം ട്രോളിംഗ് നിരോധനം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ വീണ്ടും കടലിലേക്ക് പോകാനുള്ള ഒരു സന്തോഷത്തിലാണ്. ആ ഘട്ടത്തിലാണ് മഴയുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം കൂടി വരുന്നത്. പക്ഷേ അവർ വളരെ കർശനമായി ജാഗ്രത നിർദ്ദേശം പാലിക്കണമെന്നും മത്സ്യബന്ധനത്തിന് ഈ ദിവസങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. നിലവിൽ മഴയുടെ ശല്യം എന്നുള്ള രീതിയിലേക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ജില്ലയിൽ അനുഭവപ്പെടുന്നില്ലെങ്കിലും അലർട്ടുകൾ നിലനിൽക്കുന്നതിനാൽ വളരെ ജാഗ്രതയിൽ തന്നെയാണ് സമൂഹം നിലനിൽക്കുന്ന അധികൃതരും അതുപോലെ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനമുള്ള കാലാവസ്ഥയുണ്ട്. ഈ സമാനമായ സാഹചര്യമാണ് മധ്യ കേരളത്തിലെ പൊതുവെ ജില്ലകളിൽ നമുക്ക് കാണാനാവുന്നത്. അശ്വതി. ശരി, കൊച്ചിയിലെ വിവരങ്ങളാണ് ശ്രീജിത്ത് നായർ പങ്കുവച്ചത്. ഈ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് ഇന്ന് 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പലയിടത്തും മഴ മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. പക്ഷേ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്. ഒപ്പം 5 ജില്ലകളിലെയും 2 താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. എറണാകുളം, വയനാട്, കാസർഗോഡ്, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെയും കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക. പൊതുപരീക്ഷയിൽ പക്ഷേ മാറ്റമില്ല. ഒപ്പം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പല ജില്ലകളിലും കഴിഞ്ഞ രാത്രിയിൽ ഈ സൂചിപ്പിച്ച പോലെ തന്നെ കാര്യമായ മഴ ലഭിച്ചില്ല എന്നതുമുണ്ട്. വിശദാംശങ്ങളായിരുന്നു പല ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതികൾ പങ്കുവച്ചത്.